ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യം തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ളതാണ്. അവിടെ LDF കൗൺസിലർമാർ പ്രതിഷേധിക്കുകയാണ്. നേരത്തെ സ്ഥാപിച്ച ഡിവൈഡറുകൾ എടുത്തു മാറ്റിയതിന് മേയർ ബസ് ഉടമകളിൽ നിന്ന് പണം വാങ്ങിയെന്നുള്ള ആരോപണത്തിലാണ് ഇപ്പോൾ ഈ LDF കൗൺസിലേഴ്സിന്റെ പ്രതിഷേധം വന്നിരിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാറിന് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്തിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൽ ഒരു പ്രതിഷേധം നടത്തുകയാണ്. പ്രതിഷേധം നടത്തുന്നത് LDF കൗൺസിലർമാരാണ്. അവരുടെ ആ പ്രതിഷേധത്തിന് ആധാരമായ സംഭവം അവിടെ സ്ഥാപിച്ച ഡിവൈഡറുകൾ അതെടുത്തു മാറ്റിയിരുന്നു. ആ ഡിവൈഡർ എടുത്തു മാറ്റുന്നതിന് മേയർ ബസ് ഉടമകളിൽ നിന്ന് പണം വാങ്ങി എന്നുള്ള ആരോപണത്തിലാണ് ഇപ്പോൾ ആ പ്രതിഷേധം നടക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീജിത്തെ, ഗുഡ് ആഫ്റ്റർനൂൺ. അവിടെ നടക്കുന്ന ഒരു പ്രതിഷേധം വാക്കുതർക്കമൊക്കെ ഉണ്ട്, കാരണം പറയൂ. ഇവിടെ ശക്തൻ ബസ് സ്റ്റാൻഡിലാണ്. ഈ ബസ് ഡ്രൈവേഴ്സിൽ നിന്ന് പണം വാങ്ങി മേയർ നിജി ജസ്റ്റിൻ ഇത്തരത്തിൽ ഇവിടെ ഡിവൈഡറുകൾ എടുത്തു മാറ്റി. 2 വർഷം മുമ്പ് LDFന്റെ ഭരണസമിതി കോർപ്പറേഷൻ ഭരിക്കുന്ന സമയത്തായിരുന്നു ഈ ഡിവൈഡറുകൾ കെട്ടിയിരുന്നത്. ഒരു ഭാഗത്ത് ബസ്സുകൾ വരുന്ന ഭാഗത്ത് കൃത്യമായ രീതിയിൽ LDF കൗൺസിലേഴ്സ് അത് വീണ്ടും പുനഃസ്ഥാപിച്ചു, ആ ഡിവൈഡർ പുനഃസ്ഥാപിച്ചു. അവിടെ ഒരു വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് LDF കൗൺസിലേഴ്സ് പറയുന്നത്. ബസ്സുകൾ തിരിയുന്ന സമയത്ത് മറുഭാഗത്ത് ശക്തൻ തമ്പുരാന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നതിന്റെ തൊട്ട് അടുത്ത ഭാഗത്താണ് എത്തിയപ്പോഴാണ് ഓട്ടോ ഡ്രൈവേഴ്സിലെ ചിലർ വന്ന് കൃത്യമായ രീതിയിൽ അത് തടയുന്നൊരു സാഹചര്യം ഉണ്ടായത്. LDFന്റെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട്. LDFന്റെ പ്രതിപക്ഷ നേതാവ് ഹിരന്റെ നേതൃത്വത്തിൽ ഹിരന്റെ നേതൃത്വത്തിലുള്ള LDF കൗൺസിലേഴ്സ് ആണിത്. എന്തായാലും പോലീസ് എത്തിയിട്ടുണ്ട്. അവർ വലിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തും തള്ളിലേക്കും കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ പോലീസുമായി വലിയ തോതിലുള്ള വാക്കുതർക്കം നടക്കുന്നുണ്ട്. എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് പറയാം. പോലീസ് അയാളെ മാറ്റുകയാണ്. പോലീസ് അയാളെ ഇത് അഴിച്ചു മാറ്റുമെന്നാണ് പറയുന്നത്. എന്താണ് സംഭവം? ഒരു മദ്യപാനി വന്നുകൊണ്ട് ഒരു വിഷയം ഉണ്ടാക്കാണ്. ആളടുത്ത് നിൽക്കുമ്പോ തന്നെ മണ്ണടിച്ചുകൊണ്ടിരിക്കാണ്. ഒരു മദ്യപാനിയാണ്. മദ്യപിച്ചിട്ട് ഓട്ടോ ഓടിക്കാന്ന് പറയുന്ന ആള് നിങ്ങൾ കണ്ടല്ലേ? കാക്കി ഡ്രസ് ഇട്ടുകൊണ്ട് ഒരാൾ വന്നോട്ട് മദ്യപിച്ചിട്ട് ആളെ അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല. മദ്യത്തിന്റെ മണ്ണടുത്തുണ്ട്. നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്ക്. നിങ്ങൾ തന്നെ അളവ്. ഇവിടെ 1 മിനിറ്റ് സമയത്തിനുള്ളിൽ എത്ര വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊന്ന് നോക്ക്. എന്നിട്ട് ഇതിന്റെ ഇടയിൽ അശാസ്ത്രീയമായിട്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് യാതൊരു വിരോധമില്ല. ഓക്കെ, തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ നടന്ന LDF കൗൺസിലേഴ്സിന്റെ പ്രതിഷേധമാണ് പ്രേക്ഷകർ കണ്ടത്. വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ശ്രീജിത്ത് ശ്രീകുമാരനാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.